ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം ഉത്തമഗീതം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. എന്റെ പ്രിയേ, നീ സുന്ദരി, നീ സുന്ദരി തന്നെ. നിന്റെ മൂടുപടത്തിൻ നടുവേ നിന്റെ കണ്ണ് പ്രാവിൻ കണ്ണ് പോലെ ഇരിക്കുന്നു. നിന്റെ തലമുടി ഗിലെയാദ് മലഞ്ചെരുവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെയാകുന്നു. ഈ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഇവിടെ കർത്താവ് നമ്മെ നോക്കി പ്രിയേ നീ സുന്ദരി എന്ന് അഭിസംബോധന ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എപ്പോഴാണ് കർത്താവിന് നമ്മെ നോക്കി സുന്ദരി അല്ലെങ്കിൽ പ്രിയേ, കാന്തേ എന്നൊക്കെ അഭിസംബോധന ചെയ്ത് നമ്മെ വിളിക്കാനായിട്ട് സാധിക്കുന്നത്? നമ്മുടെ ബാഹ്യ സൗന്ദര്യം നോക്കിയിട്ടല്ല കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. കർത്താവ് നമ്മളോട് എപ്പോഴും സംസാരിക്കുന്നത് നമ്മുടെ ആന്തരിക സൗന്ദര്യം അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ സൗന്ദര്യം, ആത്മാവിന്റെ അലങ്കാരം കണ്ടിട്ടാണ് നമ്മെ നോക്കി സുന്ദരി, പ്രിയേ, കാന്തേ എന്നൊക്കെ വിളിക്കുന്നതെന്ന് നമുക്ക് ഈ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് നമ്മുടെ ആത്മാവിനെ നമുക്ക് അലങ്കരിക്കാനായിട്ട് സാധിക്കുക? എങ്ങനെയാണ് നമ്മുടെ ആത്മാവിനെ കൂടുതൽ മനോഹരമാക്കുവാൻ അല്ലെങ്കിൽ സൗന്ദര്യമുള്ളതാക്കുവാനായിട്ട് സാധിക്കുക? ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ അതിന്റെ 5-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇങ്ങനെ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് ഗലാത്യ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ആത്മാവിന്റെ ഫലങ്ങള് നമ്മുടെ ആത്മാവിൽ നിന്ന് നമുക്ക് പുറപ്പെടുവിക്കാനായിട്ട് സാധിച്ചാല് നമ്മുടെ ആത്മാവ് കൂടുതൽ സൗന്ദര്യമുള്ളതാകും. നമ്മെ നോക്കി കർത്താവ് സുന്ദരി, പ്രിയേ, കാന്തേ എന്നൊക്കെ വിളിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇങ്ങനെ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.